നമസ്കാരം. നമ്മൾ ഇന്ന് ജീവന്റെ ഇഷ്ടപ്പെട്ട ക്ലാസ്സിലേക്ക് വീണ്ടും വരെയാണ്. ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്ന കണ്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. കുഴഞ്ഞു വീണ് കിടക്കുന്ന ആളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റോഡിന്റെ നടക്കുന്ന രീതിയിലേക്ക് മാറ്റി കിടത്തുക, വെള്ളത്തിലാണെങ്കിൽ കരക്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വീണ് കിടക്കുന്ന ആളുടെ ജീവനുണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. ആ ദൗത്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ തോളത്തട്ടി ജീവന്റെ ലക്ഷണം ഉണ്ടാകുന്ന നോക്കുക. ചേട്ടാ എന്ന് ഉറക്കം തട്ടി വിളിക്കുക. 2 പ്രാവശ്യം 3 പ്രാവശ്യം തട്ടുക. 3 പ്രാവശ്യം 2-3 പ്രാവശ്യം തട്ടിയതിന് ശേഷം അദ്ദേഹത്തെ തട്ടി വിളിച്ചതിന് ശേഷം നോക്കുക. ജീവന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അദ്ദേഹം അനങ്ങുകയോ ശ്വാസം വലിക്കുകയോ വിടുകയോ ചെയ്യും. ലക്ഷണം ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ സഹായത്തിന് ആളെ വിളിക്കുക എന്നുള്ളതാണ്. ചേട്ടാ പറയാന്ന് അടുത്ത ആരെങ്കിലും പിന്നെ അവരെ വിളിക്കുക, അല്ലെങ്കിൽ 102 വിളിക്കുക. 102 എന്ന് പറയുന്ന ആംബുലൻസിന്റെ നമ്പറാണ്. സുരക്ഷിതമായി കിടത്തിയിട്ടുള്ള ആളുടെ തോളത്ത് തട്ടി വിളിക്കുക. ചേട്ടാ എന്ന് ഉറക്കെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചെവിയുടെ ശ്രവണത്തിലൂടെ എന്തെങ്കിലും ശബ്ദം കേട്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ ലക്ഷണം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ശരീരത്തിലാക്കുന്ന തട്ടിന്റെ ആഘാതത്തിൽ എന്തെങ്കിലും ജീവന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ജീവന്റെ ലക്ഷണം ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സഹായത്തിന് ആളെ വിളിക്കുമ്പോൾ നമുക്ക് വീണ്ടും സംശയമാണ്, ജീവനുണ്ടോ ഇല്ല എന്നുള്ള സംശയമാണ്. നമ്മൾ വീട്ടിൽ നെഞ്ചിലേക്ക് നോക്കുക. നെഞ്ചിലേക്ക് നോക്കുമ്പോൾ നെഞ്ച് അനങ്ങുന്നുണ്ടോ നോക്കുക. അനങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയാം. നമുക്ക് കരോട്ടി പൾസ് എന്ന് പറഞ്ഞ പൾസ് ഉണ്ട്. കരോട്ടി പൾസ്, സെൻട്രൽ പൾസ് എന്ന് പറയും. സെൻട്രൽ പൾസ് നോക്കുക. സെൻട്രൽ പൾസ് എന്ന് പറയുന്നത് ഭാഗം ഇതാണ്. ഈ ഇവിടെ വെച്ചിട്ട് ഈ താഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇറക്കി വഴി നോക്കുക. അതായത് നമ്മുടെ ഈ ഇവിടെ വെച്ചിട്ട് ഈ ഇതിന്റെ ഗ്യാപ്പിലേക്ക് വരിക. ഇവിടെ ഉണ്ടെങ്കിൽ ജീവന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ജീവന്റെ ലക്ഷണം ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ CPR ഇറക്കി